നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർക്ക് ബ്ലാക്ക് മാജിക് എനർജി എന്തെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പേഴ്സണ് ബ്ലാക്ക് മാജിക് എനർജിയിൽ അവർ സ്റ്റെക്കാക്കി നിർത്തിയതാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പുറത്തു വരാൻ സാധ്യതയുണ്ടോ, അവർക്ക് ആ ഒരു എനർജിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മുടെ വ്യൂവേഴ്സിൽ നിന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക കേട്ടോ. അപ്പോ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരിക്കുക കേട്ടോ. ഞാനത് വിട്ടുപോയതാണേ. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫില് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആഗ്രഹം എന്നുണ്ടെങ്കിലും ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇത്രയും കപ്സ് ഒക്കെ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷനിൽ ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നതായിട്ടാണ്. അതായത് അത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആണ് നിങ്ങൾ ആ ഒരു റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് കോള് മെസ്സേജ് അവർ പഴയതുപോലെ നിങ്ങളോട് ഇടപഴകുന്നതായിട്ട്, അങ്ങനെ ഒരു എനർജിയാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും, അതുപോലെ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, അവർ പഴയതുപോലെ നിങ്ങളെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അടുത്ത കാർഡ് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അവർ സ്നേഹത്തോടെ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്നതായിട്ടാണ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കുറച്ച് അകലെയാണ്, നിങ്ങൾ തമ്മിൽ കാണാൻ പറ്റുന്ന ഒരു ദൂരത്തിലൊന്നും അല്ല, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നു. അവർ നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളെ കാണാൻ, അങ്ങനെ ഒരു മീറ്റിംഗ് സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവർ വെറും കൈയോട് കൂടി വരുമൊന്നുമില്ല, അവർ സ്നേഹത്തോടെ വരുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് ദ എംപ്രസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുപോലെ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ. അവർ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അവര് ആ ഒരു ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആണ്. അതുപോലെ ഭയങ്കരമായിട്ട് കെയറിങ് ചെയ്യുന്ന, ഫാമിലിയെ ഒന്നിച്ചു നിർത്തുന്ന, എല്ലാവരോടും ഒരുപോലെ സ്നേഹം കാണിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണുന്നത് കേട്ടോ. നോക്കാം നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം. നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബന്ധമായിട്ടാണ് നമ്മൾ നോക്കട്ടെ കേട്ടോ. തേർഡ് പാർട്ടി കാർഡ്സ് ഒന്നും വന്നില്ല. ഇത് ജഡ്ജ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നീതി ലഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിൽ നിന്ന് ഇതിൽ നിന്നൊരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് നിങ്ങൾ ഇത്രയും നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവരെ ഓർത്ത് വിഷമിച്ച് അവരെ ഓർത്ത് നിങ്ങൾ ഒരുപാട് കരഞ്ഞ് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നു. നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നു. അതുപോലെ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനൊരു ചാൻസ് ഉണ്ടാവുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഏസ് ഓഫ് സോർഡ്സ് ആണ്. ഒരു ബ്ലാക്ക് മാജിക് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുന്നതായിട്ട്, അവര് ഈ ഒരു എനർജിയിൽ നിന്നും പുറത്ത് കടക്കുന്നതായിട്ട്, അതാണ് ഈ ഏസ് ഓഫ് സോർഡ്സ് എനർജി. അവർ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്ത് സ്റ്റെക്കായിട്ടുള്ള ഫീലിങ്സ് ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ അവർ മനഃശക്തി വരില്ലോ, നമുക്ക് എല്ലാത്തിൽ നിന്നും പുറത്ത് കടക്കാനുള്ള ഒരു എനർജി അത് വരുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. ഏസ് ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഉറച്ച തീരുമാനമായിട്ട് അവര് മുന്നോട്ട് വരുന്നതായിട്ടാണ്. അപ്പൊ അവരുടെ മനസ്സിന് ഒന്നുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അവർ എത്തിയിട്ടുണ്ട്. അവരുടെ മനസ്സിനുള്ള ഒരു സ്റ്റക്ക് ഫീലിംഗ് അവർക്ക് മാറിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ ഒരു ശക്തി കുറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതിന്റെ നല്ലൊരു സൂചനയാണ് ഈ ഒരു കാർഡ്. അത് മാത്രമല്ല, അവരുടെ ബ്ലാക്ക് മാജിക് എനർജിയുടെ ശക്തി കുറഞ്ഞു, തേർഡ് പാർട്ടി സിറ്റുവേഷന് എൻഡ് ആക്കിയിട്ട് നിങ്ങളിലേക്ക് വരാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ.
പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് മാജിക് എനർജി കുറയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക. ഞാൻ ഹിന്ദുസ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യം പറഞ്ഞു തരാൻ അറിയൂ. മറ്റുള്ളവർ ഖുറാൻ വായിക്കുന്നവരുണ്ടെങ്കിൽ അവർ അത് വായിക്കാം, അതുപോലെ ബൈബിള് വായിക്കുന്നുണ്ടെങ്കിൽ അവർ അത് വായിക്കാം. എന്റെ ഈ ഒരു റിലീജിയൻ വെച്ചിട്ട് എനിക്കറിയാവുന്നത്, നിങ്ങള് ദേവിയുടെ നമ്മുടെ ദേവീ സ്തുതികളില് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്തുതികളായിട്ടുള്ള ദേവി മഹാത്മ്യം വായിക്കാം. അതുപോലെ നമ്മുടെ സഹസ്രനാമം ഉണ്ടല്ലോ, സഹസ്രനാമം നിത്യവും ജപിക്കുക. ഇത് രണ്ടും പവർഫുൾ ആണ്. നിങ്ങൾ അത് തുടർച്ചയായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മോർണിംഗിലോ ഈവനിങ്ങിലോ, മോർണിംഗിലാണ് ഏറ്റവും നല്ലത്, കുളി കഴിഞ്ഞതിന് ശേഷം ദേവി മഹാത്മ്യം ജപിക്കുക, അതുപോലെ സഹസ്രനാമം ജപിക്കുക. ഇത് പവർഫുൾ ആയിട്ടുള്ള ശ്ലോകങ്ങളാണ്. അത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബ്ലാക്ക് മാജിക് എനർജിയും നിങ്ങൾക്ക് എൻഡ് ആക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണത്. മനസ്സിലായോ? അതിന്റെ മന്ത്രങ്ങൾ അത്രയും ശക്തിയുള്ളതാണ്. അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എന്തിൽ നിന്നും, ബ്ലാക്ക് മാജിക്കിൽ നിന്നും മാത്രമല്ല, ഏത് നമുക്ക് അപകടകരമായിട്ടുള്ള ഏത് സാഹചര്യത്തിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ദേവി മഹാത്മ്യം സഹസ്രനാമം ജപിക്കുന്നതും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പവർഫുൾ ആണ്. നിങ്ങൾ അത് ചെയ്തു നോക്കുക. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് തീരെ സ്ട്രെങ്ത് ഇല്ല, നിങ്ങൾക്ക് ഒരു കാര്യം നേരിടാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചക്ര മെഡിറ്റേഷൻസ് ചെയ്യാം. ഓക്കെ, യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ അത് നോക്കിയിട്ട് ചക്ര മെഡിറ്റേഷൻസ് 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒരു ശീലമായി മാറും. നിങ്ങൾ മോർണിംഗിലോ ഈവനിങ്ങിലോ ചെയ്യാം. അത് നിങ്ങൾക്ക് പവർഫുൾ ആണ്. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. അതായത് ബ്ലാക്ക് മാജിക് ചെയ്യുന്നവർക്കാണ് അറിയാം അതെങ്ങനെ റിമൂവ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഈ മാന്ത്രികപരമായിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് അറിയുന്നത് നമുക്ക് സാത്വികപരമായിട്ടുള്ള കാര്യങ്ങളെ എനിക്കറിയൂ, അതേ എനിക്ക് പറഞ്ഞു തരാൻ അറിയൂ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത കാർഡ് നോക്കാം. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് സോൾസ് ആണ്, അല്ല വാൺസ് ആണ്. 7 ഓഫ് വാൺസ് ആണ്. ഇവിടെ കാണിക്കുന്നത് എന്താന്ന് വെച്ചാല് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു അകൽച്ച വെക്കുന്നതാണ്. അവിടെ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. അവര് കഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് പുറത്തു വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഓരോ സ്റ്റെപ്പും അവരെടുക്കുന്നുണ്ട്. കണ്ടോ, അവര് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും, എല്ലാ എഫേർട്ട് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ ആ ഒരു എഫേർട്ട് ഇടുന്നതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് കേട്ടോ. അടുത്ത കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ലോസ് വന്നിട്ടുള്ളതാ കാണുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി ഇവരിൽ നിന്ന് ഒരുപാട് പണം തട്ടിയെടുത്തിട്ടുണ്ട്. ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. അവർ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അതൊക്കെ അവർക്ക് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. ഈ തേർഡ് പാർട്ടി ഇവരിൽ നിന്നും ഫിനാൻഷ്യലി വളരെയധികം ഇവരിൽ നിന്ന് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് പല കാര്യങ്ങളും നഷ്ടമായിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇവരുടെ ലോസിന് കാരണം. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ആണ്. ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുള്ളത് അവരുടെ മനസ്സിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനും ബ്ലാക്ക് മാജിക്കും ഒക്കെ ഉണ്ടെങ്കിലും മനസ്സിനകത്ത് അല്ലെങ്കിൽ ഹൃദയത്തിനുള്ളില് നിങ്ങളാണ് എന്നുള്ളതാണ് കേട്ടോ. അവരുടെ മനസ്സിനകത്ത് അത്രയും സ്നേഹമുണ്ട്. ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ കാർഡാണ് ഈ ഏസ് ഓഫ് കപ്സ്. അവരുടെ മനസ്സിൽ അത്രയും സ്നേഹം നിങ്ങളോടുണ്ട്. ഏത് സിറ്റുവേഷനിലാണെങ്കിലും അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ഇതിനർത്ഥം അതാണ് കേട്ടോ. അവർ ചിലപ്പോൾ ബ്ലാക്ക് മാജിക് എനർജി കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിനകത്ത് മുഴുവൻ നിങ്ങളോടുള്ള സ്നേഹമാണ്, ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ള എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അടുത്ത കാർഡ് ഇവിടെ 8 ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ്. ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് അവർ തിരിഞ്ഞ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ടോ. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് അവർക്ക് അതിനുള്ള പവർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ പവർ യൂസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഏസ് ഓഫ് സോഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ നിന്നും അവർ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് ഇവർ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കാൻ ആഗ്രഹിക്കുന്നു. അവരിത് എൻഡ് ആക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു കാർഡും കൂടി എടുക്കാം. അടുത്തത് 8 ഓഫ്
പെന്റിക്കിൾസ് ആണ്. നേരത്തെ 8 കപ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇത് 8 ഓഫ് പെന്റിക്കിൾസ് ആണ്. അതായത് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നേരത്തെ അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് എൻഡ് ആയി പോകുന്ന ഒരു കാർഡാണെങ്കിൽ ഇവിടെ എൻഡ് ആയി പോന്നതിന് ശേഷം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് എൻഡാക്കി പോകുന്നതിന് ശേഷം നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാനൊന്നും സാധിക്കില്ലല്ലോ. അതിന് കുറച്ച് മുന്നൊരുക്കങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇട്ടാണ്. എങ്ങനെ നിങ്ങളിലേക്ക് വരണം, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ്. അവർ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിനെ ഒന്ന് റെഡിയാക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഏസ് ഓഫ് കപ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നിങ്ങളെടുത്ത് ഒരു സ്നേഹിക്കുന്ന പേഴ്സന്റെ അടുത്ത് എങ്ങനെ നിൽക്കണം എന്ന് അറിയാത്ത ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ടാണ് അവര് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയതും അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നതും. പക്ഷെ ഇനി അവര് നിങ്ങളിലേക്ക് വരുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ടവർ മൊമെന്റ് ആണ്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആകുന്നു എന്നുള്ളതിന്റെ കൺഫർമേഷൻ ആണ് വന്നിട്ടുള്ളത്. ദ ടവർ കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എൻഡിങ് ആണ് കാണിക്കുന്നത് കേട്ടോ. എൻഡിങ് ഒരു സംഭവത്തിന്റെ, ഒരു കാര്യത്തിന്റെ ഒരു അവസാനമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ എൻഡിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ബ്ലാക്ക് മാജിക് എനർജിയുടെ എൻഡിങ് ആണ് കാണിക്കുന്നത്. എല്ലാം അവിടെ നിന്ന് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് വളരെ ഒരു സ്ട്രഗിൾസ്, അതുപോലെ അവര് പെട്ടെന്ന് ഒരു ആഘാതം സംഭവിച്ച് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഓടി വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് എൻഡ് ആവുമെന്നാണ് നമുക്ക് ഈ റീഡിംഗിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്ലൂ 1996, 2001, 1993, ജൂലൈ, 1988, പൂരം, ലെറ്റർ ഡി, 1985, 1992, ചോതി, 1991, ഉത്രട്ടാതി, മാർച്ച്, ജനുവരി, അനീഴം, കാർത്തിക, 1998, തൃക്കേട്ട, ഉത്രാടം, ക്ലോസ് കുറച്ച് കൂടി പോയോ, പൂയം, പൂരുട്ടാതി, ലെറ്റർ ഇ, 1994. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ എനർജി കൊടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ജോലിയായിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എപ്പോഴും. അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്ത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റൂ. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ആലോചിക്കുകയും വിഷമിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളുടെ വിഷമോ, ഈ വിഷമം എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഈ വിഷമൊക്കെ എനർജിയാണ്, അതൊക്കെ പുറത്തു പോകും. അത് നിങ്ങളുടെ പേഴ്സണായ എനർജി ഒക്കെ കിട്ടും. പക്ഷെ അവർക്ക് വിഷമമൊന്നും അല്ല വരിക, അവർക്കൊരു കൂടുതൽ എനർജി വരും എന്നുള്ളതാണ് ഉണ്ടാവും കേട്ടോ. അപ്പോ അവർക്ക് നിങ്ങളുടെ ഒരു സാമീപ്യം അവർക്ക് തോന്നും. അപ്പോ അവര് നിങ്ങളെ മിസ് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ വിഷമിക്കാതെ നിങ്ങൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായും നിങ്ങളെ മിസ് ചെയ്യും. അപ്പൊ അവർ നിങ്ങളെ വിളിക്കും. അപ്പോ നിങ്ങളായിട്ട് നിങ്ങളെ വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാണ്ടാക്കരുത്. അധികം പേര് ചെയ്യുന്നത് കരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഈ പേഴ്സൺ ഈ ഒരു എനർജി ഒക്കെ കിട്ടും. ആള് ഹാപ്പിയായി മുന്നോട്ട് പോകും. നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ആള് തിരികെ വരാൻ ആൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും തിരികെ വരാൻ തോന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളായിട്ട് ഉണ്ടാക്കാതിരിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ചിരിച്ച മുഖത്തോടു കൂടി ഇരിക്കുക കേട്ടോ. ആ ചിരിയാണ് നിങ്ങളുടെ സക്സസ്. ഓക്കെ, അപ്പോ താങ്ക് യു.